നോമ്പുകാരൻ പകൽ സമയത്ത് ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്നത് റമദാൻ മാസത്തിൽ വിശേഷിച്ചും അല്ലാത്തപ്പോൾ പൊതുവിലും ഉയർന്നു വരുന്ന ഒരു സംശയമാണ്. ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകരിലേക്ക് നൽകുക എന്നതാണ് ഇന്നത്തെ വീഡിയോയുടെ ലക്ഷ്യം. വെറുതെ മുറിയുകയില്ല എന്ന് തീർപ്പ് കൽപ്പിച്ചു പറയുന്നതിന് പകരം മുറിയുന്നതിൻ്റെ നിദാനം എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയൻ മാനദണ്ഡം എന്താണ്, ആ മാനദണ്ഡം നമുക്ക് പഠിപ്പിച്ചു തന്ന പണ്ഡിതൻ ആരാണ്, അതുപ്രകാരം ഈ വിഷയത്തിൽ നമുക്ക് സ്വന്തം എങ്ങനെ തീർപ്പ് കൽപ്പിക്കാം എന്ന ഒരു രൂപത്തിലാണ് വിഷയം അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇഞ്ചക്ഷൻ നമ്മൾ എടുക്കാറുള്ളത് രണ്ട് വിധത്തിലാണ്. ഒന്ന്, നമ്മുടെ ഞരമ്പുകളിലേക്കുള്ള ഇഞ്ചക്ഷൻ, ഗ്ലൂക്കോസ് മെഡിസിൻസ് ഒക്കെ നമ്മൾ ഡ്രിപ്പ് വഴി ഇഞ്ചക്ട് ചെയ്യാറുള്ളത് ഞരമ്പുകളിലേക്കാണ്. രണ്ടാമത്തെ രീതി പേശികളിലേക്കുള്ള ഇഞ്ചക്ഷനാണ്. ടി അടിക്കുന്നത്, ഇൻസുലിൻ ഇഞ്ചക്ട് ചെയ്യുന്നത്, അതൊക്കെയും പേശികളിലേക്കാണ് ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. പേശികളിലേക്കുള്ള ഇഞ്ചക്ഷൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളേ ഇല്ല. പേശികളിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ നോമ്പ് മുറിയുകയില്ല, അവിതർക്കിതമാണ്. എന്നാൽ ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്താൽ നോമ്പ് മുറിയുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ഷാഫിഈ ഫിഖ്ഹിലെ കേരളീയ പശ്ചാത്തലത്തിൽ പൊതുവിൽ അവലംബമായി സ്വീകരിക്കാറുള്ളത് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളെയും അവിടുത്തെ തുഹ്ഫ എന്ന മഹനീയ ഗ്രന്ഥത്തെയുമാണ്. തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ 3-ാം വാള്യത്തിൽ 401 മുതൽ 403 കൂടിയ പേജുകളിൽ ഇவ்വിഷയകമായി വിശാലമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൺക്ലൂഷനാണ് പ്രേക്ഷകരിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത്. ഇവിടെ നോമ്പ് മുറിയുന്നതിൻ്റെ ക്രൈറ്റീരിയൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ തുറക്കപ്പെട്ട ദ്വാരങ്ങളായ നമ്മുടെ വായ, മൂക്ക്, ചെവി, മൂത്രദ്വാരം, മലദ്വാരം, മുലക്കണ്ണ്, ഇത്രയും ഭാഗങ്ങളിലൂടെ വല്ല വസ്തുക്കളും ഉള്ളിലേക്ക് പ്രവേശിച്ചാലാണ് നോമ്പ് മുറിയുക. ഇത് പറയുമ്പോൾ തന്നെ ബോധ്യമാകും, ഈ തുറക്കപ്പെട്ട ദ്വാരങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ ഞരമ്പിനെ എണ്ണിയിട്ടില്ല. അതൊരു തുറക്കപ്പെട്ട ദ്വാരമേ അല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയ അഭിപ്രായ പ്രകാരം നമുക്ക് ഞരമ്പിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത് കൊണ്ടും നോമ്പ് മുറിയുകയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നോമ്പാണല്ലോ നമുക്ക് വളരെ പ്രധാനപ്പെടുന്ന, പകലന്തിയോളം നമ്മൾ പട്ടിണി കിടന്ന് എടുക്കുന്ന വലിയൊരു അനുഷ്ഠാനമല്ലേ. അപ്പം അഭിപ്രായ വ്യത്യാസമുള്ളത് കൂടെ പരിഗണിച്ച് പകൽ സമയത്ത് പരമാവധി ഈ വിഷയങ്ങൾ ഒഴിവാക്കലാണ് സൂക്ഷ്മത. അതേ സമയത്ത് അത്യന്താപേക്ഷിതമായി വരുന്ന സമയങ്ങളിൽ അത് ചെയ്യാവുന്നതാണ്. ചെയ്താൽ നമ്മൾ നോമ്പ് വീട്ടേണ്ടതില്ല. ഈ ഒരു അഭിപ്രായ പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത്രയാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ അവൻ്റെ പൊരുത്തത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. കുറവുകളൊക്കെ അല്ലാഹു തആല നികത്തി വലിയ പ്രതിഫലം നമുക്ക് അവൻ്റെ ഔദാര്യമായി അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.